ഹലോ, ഞാൻ റിജൂസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ പേഴ്സൺ CCT മാനുവൽ 2024 എന്ന ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ്. നമ്മൾ ഫസ്റ്റ് തന്നെ പറയുന്നത് ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. ഈ വീഡിയോയിൽ നമ്മൾ ക്ലാസ് എടുക്കുന്നത് CCT പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ചാപ്റ്റർ 4 ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ്, ഹിസ്റ്ററി ആൻഡ് കൾച്ചറിൽ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ്. അതിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. 52 വരെ നമ്മൾ പറഞ്ഞിരുന്നു. കുറേ വീഡിയോസ് നമ്മൾ ചെയ്തിട്ട്, കുറേ വീഡിയോസ് അല്ല, 1-2 വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോൻ്റെ ഒരു ഡ്രോബാക്കിനെ കുറിച്ച് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിലാണ്, ഹിസ്റ്ററി ആൻഡ് കൾച്ചറിലാണ്, ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിലാണ്. നമ്മൾ 52 ക്വസ്റ്റ്യൻ പറഞ്ഞ ടൈമിൽ തന്നെ നമ്മുടെ ഹാൻഡ് ടച്ചായി വീഡിയോ ആയിപ്പോയി. അതുകൊണ്ട് തന്നെ നമുക്ക് ലാസ്റ്റ് ഭാഗമൊന്നും നമുക്ക് പറയാൻ സാധിച്ചിട്ടില്ല വീഡിയോയിൽ. വെച്ചാൽ ഇതിന് മുന്നുള്ള വീഡിയോ ആണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ വീഡിയോൻ്റെ ഒരു ഡ്രോബാക്ക്, നമുക്ക് ഒരുപാട് വിഷമമുണ്ട് ഈ രീതിയിൽ അപ്ലോഡ് ചെയ്യണതിൽ. കാരണം നമുക്കൊരു എൻഡിങ് ഇല്ലാതെ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട ഒരു സ്ഥിതിയായി. വീഡിയോ ഒരു അവസാനം ഇല്ലാതെ അവസാനിപ്പിക്കുന്ന ഒരു വീഡിയോ ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ദയവേത് ക്ഷമിക്കണം എന്നുള്ള പ്രത്യേകം പറയണം. കാരണം നമുക്ക് ഒരു താങ്ക്സ് ഒക്കെ പറഞ്ഞ് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അതിനൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് നിങ്ങൾക്ക് അത് വാച്ച് ചെയ്യുമ്പോഴും അത് കംഫർട്ടബിൾ ആയിരിക്കും. നമ്മൾ അറിയാതെ നമ്മുടെ ഹാൻഡ് ഒന്ന് ടച്ച് ചെയ്തുകൊണ്ടാണ് വീഡിയോ എന്നുള്ള രീതിയിലോട്ട് പോയത്. അപ്പം നമുക്ക് ഒരു എഡിറ്റിങ് നമുക്ക് ചെയ്യാനാവില്ല. കാരണം നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാനുണ്ട്. അപ്പം ഇനിയിപ്പോൾ എഡിറ്റ് ചെയ്യാൻ നമ്മൾ വിചാരിച്ചാൽ തന്നെ ഇപ്പോൾ ബിസി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ സ്റ്റൈലിൽ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യണം. എന്ന് വെച്ചാൽ എൻഡിങ് ഇല്ലാത്ത രീതിയിൽ തന്നെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ദയവായിട്ടുള്ള സഹകരണം പ്രതീക്ഷിക്കണം. ഭയങ്കര വലിയൊരു തെറ്റ് എന്നൊന്നും നമുക്ക് പറയാനാവില്ല. എന്നാലും ഒരു വീഡിയോൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഫസ്റ്റും ലാസ്റ്റ് ഭാഗവും പറയുമ്പോൾ തന്നെയാണ് അതൊരു ക്വാളിറ്റി ഉള്ളൊരു വീഡിയോ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നതും എൻ്റെ ഒരു അഭിപ്രായവും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കാര്യം പ്രാധാന്യം എടുത്ത് പറയുന്നത്. പരമാവധി നമ്മൾ എന്തായാലും എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അവസാനിപ്പിക്കാൻ ശ്രമിക്കും വീഡിയോയിൽ. അങ്ങനെ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ വീഡിയോ ഒരുപക്ഷെ ഈ ലാസ്റ്റ് ഭാഗം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യാം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഒരു പക്ഷേ നമ്മൾ ശ്രമിച്ച് നോക്കുന്നുണ്ട് അത് എങ്ങനെയെന്നുള്ളത്. ഇപ്പം എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. ജസ്റ്റ് നമ്മൾ എഫക്ട്സ് ഒക്കെ കൊടുത്ത് വീഡിയോ എഡിറ്റ് ചെയ്യണമെന്നല്ലാണ്ട് വേറെ നമ്മൾ ചെയ്യാറില്ല. നമ്മുടെ ബർത്ത്ഡേ സ്പെഷ്യൽ വീഡിയോ, എൻ്റർടൈൻമെൻറ്റ് വീഡിയോൻ്റെ ഒക്കെ തിരക്കായതുകൊണ്ടാണ് നമ്മൾ ആ വീഡിയോ എഡിറ്റ് ചെയ്യാതെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അല്ലെങ്കിൽ നമ്മൾ ഒരുപക്ഷെ ചെയ്യാനുള്ളൊരു സിറ്റുവേഷനിലോട്ട് വന്നേനെ. ഇത്രയുള്ളൂ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത്. എന്തായാലും ലാസ്റ്റ് ഭാഗം ഇല്ല വീഡിയോയിൽ. അപ്പോൾ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സെറ്റ് ചെയ്ത് വെക്കും. ദയവേത് നിങ്ങൾ അതൊന്നൊക്കെ വായിച്ച് ചെയ്യണം എന്നുള്ളത് പ്രത്യേകം പറയണം. പിന്നെ ഈ വീഡിയോസൊക്കെ കണ്ടിന്യൂ ചെയ്യുന്ന വീഡിയോ ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായ ഒരു കാര്യം ആയതുകൊണ്ട് നമ്മൾ ഈ വീഡിയോയിൽ പറയണം എന്നുള്ളൂ. അപ്പം അത്രേ ഉള്ളൂ. അപ്പം നമ്മൾ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ വാക്കുകൾ. ഇനി നമുക്ക് നോക്കാം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. ചാപ്റ്റർ 4 ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ്, ഹിസ്റ്ററി ആൻഡ് കൾച്ചറിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് 52 ക്വസ്റ്റ്യൻ. 52 ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ലാസ്റ്റ് പറഞ്ഞ് അവസാനിപ്പിച്ചത്. നമ്മൾ ക്യാമറ ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്യണം. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ നിങ്ങളോട് പറയാനുണ്ട്. നമ്മളിപ്പോൾ ഈ ടിക്ക് ചെയ്തേക്കുന്നതാണ് ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവും വീഡിയോ വാച്ച് ചെയ്താൽ. അപ്പോൾ ഇത് കറക്റ്റ് ആവണമെന്നില്ല. കാരണം മനുഷ്യനാണ് തെറ്റുകൾ സംഭവിക്കുക. നമ്മൾ എല്ലാ വീഡിയോയിലും പറയാറുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഒറിജിനൽ ആൻസേഴ്സ് ഇതിൻ്റെ നമ്മൾ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി ഇത് കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം നമ്മൾ ഈ 52 ക്വസ്റ്റ്യൻ ഈ രീതിയിൽ തന്നെ അങ്ങ് പറഞ്ഞു പോകും, ഈ ടിക്ക് ചെയ്തേക്കണ ആൻസർ. അപ്പോൾ എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, ഈ ടിക്ക് ചെയ്തേക്കണതിലൊക്കെ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കണം എന്നുള്ളത് പ്രത്യേകം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു പ്രാവശ്യമായിരുന്നു ഒറിജിനൽ പ്രിന്റഡ് ആൻസേഴ്സ് നമ്മൾ വീഡിയോയിൽ കാണിച്ചത്. പക്ഷെ ലാസ്റ്റ് ഭാഗത്ത് നമുക്കത് കാണിക്കാൻ സാധിച്ചില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ലാസ്റ്റ് ഭാഗം നമുക്ക് പറയാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഒരു ഒറ്റ പ്രാവശ്യം മാത്രമേ നമുക്ക് ഒറിജിനൽ ആൻസേഴ്സ് ചെയ്യാൻ സാധിച്ചുള്ളൂ വീഡിയോയിൽ. ഈ വീഡിയോയിൽ നമ്മൾ 2 പ്രാവശ്യം ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പം നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ ഒറിജിനൽ ആൻസർ നമ്മൾ
വീഡിയോയിൽ കാണിക്കുന്നത്. 52 ആണ് നമ്മൾ ക്ലാസ് എടുക്കുന്ന ഈ വീഡിയോയിൽ. പക്ഷെ നമ്മൾ 1 മുതൽ കാണിക്കും. എന്തായാലും നോക്കാം. ഇതാണ് നമ്മുടെ ഒറിജിനൽ ആൻസർ, പ്രിന്റഡ് ആൻസേഴ്സ്. ഇത് മാത്രമല്ലാതെ നമ്മൾ വേറെ വീഡിയോ ചെയ്യുന്നുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഈ ഒറിജിനൽ ആൻസറും ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ വേറെ വീഡിയോ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇത് എൻ്റെ ഒരു എന്താ പറയാ സൗകര്യത്തിന് വേണ്ടി അങ്ങ് ചെയ്യണം എന്നുള്ളൂ. Question 52. Which one of the following statements about the Upanishads is not correct? A. Brihadaranyaka and Chandogya Upanishads are in prose. B. Kada Upanishad is one of the earliest Upanishads. C. Upanishads proclaim salvation by knowledge rather than by faith. D. Upanishads do not consider a life of asceticism as absolutely necessary for salvation. ഒരു കാര്യം പറയാൻ ഞാൻ മറന്നുപോയി. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കണം. കാരണം ഇതൊക്കെ ഒരു പ്രത്യേകതരം വേർഡ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തെറ്റ് വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ദയവേത് ക്ഷമിക്കുക. അപ്പം നമുക്ക് ഒരിക്കൽ കൂടി നോക്കാം. 52. Which one of the following statements about Upanishads is not correct? A. Brihadaranyaka and Chandogya Upanishads are in prose. A. Brihadaranyaka and Chandogya Upanishads are in prose. B. Kada Upanishads is one of the earliest Upanishads. B. Kada Upanishad is one of the earliest Upanishads. C. Upanishads proclaim salvation by knowledge rather than by faith. D. Upanishads do not consider life of asceticism as absolutely necessary for salvation. Answer B. Kada Upanishad is one of the earliest Upanishads. Which one of the following statements about Upanishads is not correct? A. Brihadaranyaka and Chandogya Upanishads are in prose. B. Kada Upanishad is one of the earliest Upanishads. C. Upanishads proclaim salvation by knowledge rather than by faith. D. Upanishads do not consider a life of asceticism as absolutely necessary for salvation. D. Upanishads do not consider a life of asceticism as absolutely necessary for salvation. Answer B. Kada Upanishad is one of the earliest Upanishads. The 53. The institution of Varna appeared in the A. Rigvedic period, B. Later Vedic period, C. Period of the Manava Dharma Shastra, D. Period of the consolidation of the next of the Mahabharata. Answer B. Later Vedic period. 54. The 9th mandala of the Rigveda Samhita is devoted wholly to A. Urvashi and the heaven. A. Urvashi and the heaven. B. Soma and the god who is named after the drink. C. Indra and his elephant. D. Gods related to plants and drugs. Answer B. Soma and the god who is named after the drink. 55. The Vedic deity Indra was the goddesses of A. Wind. B. Eternity. C. Rain and thunder. D. Fire. Answer B. Eternity. 56. Which of the following is an Upanishad? A. Aitreya. B. Vijayasena. C. Chandogya. D. Krishna Karnamruda.
Answer D. Krishna Karnamruda. Which of the following is an Upanishad? A. Aitreya. B. Vijasena. C. Chandogya. D. Krishna Karnamruda. Answer D. Krishna Karnamruda. 57. Which among the following is the source of information about early Vedic period? Which among the following is the source of information about early Vedic period? A. Jataka stories. B. Rigveda. C. Post-Vedic literature. D. Excavations. Answer D. Excavations. 58. Which mandalas or books of the Rigveda Samhita are considered as the latest based on the style of their composition as well as the nature of the material culture revealed by them? Which mandals or books of the Rigveda Samhita are considered as the latest based on the style of their composition as well as the nature of the material culture revealed by them? A. 1 and 2. B. 2 and 9. C. 1 and 10. D. 9 and 10. Answer B. 2 and 4. Answer B. 2 and 4. 59. Consider the following statement of Manu. The expectance of an untilled field by a Brahmin is less blamable than that of a tilled on. It points to the fact that a Brahmin should not expect the either tilled or untilled land. B. Land grants to the Brahmins are disapproved by lawmakers. C. Land grants to the Brahmins comprised only untilled lands. D. Land grants to the Brahmins were also serving the purpose of extension of cultivation. Answer D. Land grants to the Brahmins were also serving the purpose of extension of cultivation. Answer D. Land grants to the Brahmins were also serving the purpose of extension of cultivation. 59. Consider the following statement of Manu. The expectance of an untilled field by a Brahmin is less blamable than that of a tilled on. It points to the fact that a Brahmins should not expect either tilled or untilled land. B. Land grants to the Brahmins are disapproved by lawmakers. C. Land grants to the Brahmins comprised only untilled lands. D. Land grants to the Brahmins were also serving the purpose of extension of cultivation. Answer D. Land grants to the Brahmins were also serving the purpose of extension of cultivation. 60. Match list 1 and the list 2 and select the correct answer using the codes given below the lists. നമ്മളിത് പറയണത് തെറ്റുണ്ടെങ്കിൽ ദയവത് ക്ഷമിക്കുക. 60. Match list 1 and the list 2 and select the correct answer using the code given below the lists. List 1, list 2. List 1 Vedic term. List 2 meaning. A. Muni, 1 guardian of marriage. B. Udagatri, 2 holy man who is silent. C. Purusha, 1 who knows Samaveda. D. Aryaman, 4 the primeval man. List 1 Vedic term. List 2 meaning. A. Muni, 1 guardian of marriage. B. Udagatri, 2 holy man who is silent. C. Purusha, 3 1 who knows Samaveda. D. Aryaman, 4 the primeval man. Answer B. Udagatri, 2 holy man who is silent. List 61. Match the following. List 1, list 2. A hymns in praise of God.
1 Atharvaveda, B sacrificial formula, 2 Rigveda, C priestess cats music, 3 Yajurveda, D magical cats medicines, 4 Samaveda. 61. Match the following. List 1, list 2. List 1. A. Hymens in praise of God. 1 Atharvaveda, B sacrificial formula, 2 Rigveda, C priestess cats music, 3 Yajurveda, D magical cats, 4 Samveda medicines. Code A B C D. A 2143, B 1423, C 2341, D 1432. Answer C 2341. Answer C 2341. Answer C 2341. A hymns in praise of God. 2 Rigveda, B sacrificial formulae, 3 Yajurveda, C priestess cats music, 4 Samaveda, D magical cats medicines, 1 Atharvaveda. 62. Match the following. A Rigveda, 1 Gobada Brahmana, B Yajurveda, 2 Aitareya Brahmana, C Samveda, 3 Satapeta Brahmana, D Atharva, 4 Chandogeya Veda Brahmana. Codes A B C D. A 1 2 3 4, B 3 4 2 1, C 2 3 4 1, D 4 1 3 2. Answer C 2 3 4 1. Answer C 2 3 4 1. A Rigveda, 2 Aitareya Brahmana, B Yajurveda, 3 Satapeta Brahmana, C Samveda Chandogeya Veda Brahmana, D Atharva, Gobada Brahmana. 62. Match the following. A Rigveda, 2 Gobada Brahmana, B Yajurveda, 2 Aitareya Brahmana, C Samaveda, 3 Satapeta Brahmana, 3 Satapeta Brahmana, D Atharva, 4 Chandogeya Veda Brahmana. Codes A B C D. A 1 2 3 4, B 3 4 2 1, C 2 3 4 1, D 4 1 3 2. Answer C 2 3 4 1. A Rigveda, 2 Aitareya Brahmana, B Yajurveda, 3 Satapeta Brahmana, C Samveda Chandogeya Veda Brahmana, D Atharva, 1 Gobada Brahmana. 63. Match the following. List 1, list 2. Vedic text contains A. Manu Smriti, explanatory notes on Vedic mantras, B. Sutras, 2 secular objects, C. Upavedas, C. Upavedas, 3 customs and rituals, D. Brahmanas, 4 code of law.
D. Brahmanas for code of law. Codes A, B, C, D. A 4321, B 2341, C 44213, D 2143. Answer A 432. Codes A, B, C, D. A 4321, B 2341, C 42113, D 2143. Answer A 4321. Answer A 4321. M. Manusmriti. Three customs and rituals. B. Sutras. B. Sutras. Three customs and rituals. C. Upanishads. Two secular objects. D. Brahmanas. D. Brahmanas. One explanatory notes on Vedic mantras. Match the following list 1, list 2. Vedic text contains a Manusmriti, one explanatory notes on Vedic mantras. B. Sutras. Two secular subjects. C. Vedas, three customs and rituals. D. Brahmanas, four code of law. Four code of law. Codes A, B, C, D. A 4321, B 2341, C 4213, D 2143. Answer A 4321. Answer A 4321. A. Manusmriti, four code of law. B. Sutras. Customs and three customs and rituals. Three customs and rituals. C. Words. Two secular objects. D. Brahmanas. D. Brahmanas. One explanatory notes on Vedic mantras. 64. The later Vedic period witnesses the growing specialization of craft and treatment of artisans in the order of importance. From among the following, pick out the artisans who occupied the first and second places, respectively. A. Weavers, B. Potters, C. Carpenters, D. Embroiderers, E. Tanners, F. Metal workers. Choose the answer from the codes given below. A, C and F, B, F and C, C and D, D, B and C. Answer D, B and C. B. Potters, C. Carpenters. B. Potters, C. Carpenters. Answer D, B. Potters, C. Carpenters. 64. The later Vedic period witnesses the growing specialization of craft and treatment of artisans in the order of importance. From among the following, pick out the artisans who occupied the first and second places respectively. A. Weavers, B. Potters, C. Carpenters, D. Embroiderers, E. Tanners, F. Metal workers. Choose the answer from the codes given below. A, C and F, B, F and C, C and D, D, B, B and C. Answer D, B and C. B. Potters, C. Carpenters. 65. While uh, Puruska Sukta, while Puruska Sukta of the Rigveda mentions the origin of the
Chaturvarna system for the first time. One another Vedic text repeats the same theory, which was the text A. Atharvaveda, B. Satapath Brahmana, C. Brihadaranyaka Upanishad, C. Brihadaranyaka Upanishad, D. Chandogaya Upanishad. Answer D. Chandogaya Upanishad. 66. While Purus, Puri- Puruska Sukta, while Puruska Sukta of the Rig Veda mentions the origin of the Chadurvarna system for the first time, one another Vedic text repeats the same theory. Which was the text? A. Atharva Veda, B. Satapath Brahmana, C. Brihadaranyaka Upanishad, D. Chandogaya Upanishad. And answer D. Chandogaya Upanishad. Answer D. Chandogaya Upanishad. Answer D. Chandogaya Upanishad. Directions. Question 67-70. Given below are two statements. Which one of the following is correct? Directions. Question 67-70. Given below are two statements, one labeled as assertion A and the other labeled as reason R. In the context of the above two statements, which one of the following is correct? A. Both A and R are individually true, and R is the correct explanation of A. B. Both A and R B. Both A and R are individually true, but R is not a correct explanation of A. C. A is true, but R is false. D. A is false, but R is true. A. Both A and R are individually true, and R is the correct explanation of A. B. Both A and R are individually true, but R is not a correct explanation of A. C. A is true, but R is false. D. A is false, but R is true. 67. Assertion A. The Sabha and Samiti, the two political bodies of the Rigvedic Aryans, began to lose their strength during the time of the Mahajanapadas. Reason are this: tribal assemblies could not fit into the organizational framework of the large territorial states. Answer B. Answer B. Both A and R are individually true, but R is not a correct explanation of A. 68. Assertion A. The Indo-Aryans came to India from somewhere in Central Asia. Assertion A. The Indo-Aryans came to India from somewhere in Central Asia, possibly from the region south of the Urals and east of the Caspian Sea. Answer C. Reason are they had been defeated by their Indo-European neighbors. Answer C. Answer C. A is true, but R is false. 68. Assertion A. The Indo-Aryans came to India from somewhere in Central Asia, possibly from the region south of the Urals and east of the Caspian Sea. Reason are they had been defeated by their Indo-European neighbors. Answer C. Answer C. A is true, but R is false. Answer C. A is true, but R is false. 69. Assertion A. Rigveda was never a popular text. Reason are it was a ritual text. Answer B. Answer B. Both A and R are individually true, but R is not a correct explanation of A. 70. Assertion A. Upanishads were compiled towards the end of the Vedic period. Reason are the Upanishadic thought centers around the idea of soul, Atman, not sacrifice.
Assertion A. Upanishads were compiled towards the end of the Vedic period. Reason R. The Upanishad thought centers around the idea of soul, Atman, not sacrifice. Answer C. Answer C. A is true, but R is false. എന്താ വേദിക് പീരീഡ് ദ ആര്യൻസ് എന്നുള്ളതാണ് നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയത്. 52 മുതലുള്ളതാണ് നമ്മൾ നോക്കിയേക്കുന്നത്. ദ വേദിക് പീരീഡ് ദ ആര്യൻസ്. നമുക്ക് അടുത്ത ടോപ്പിക് നോക്കാം. മഹാജനപദാസ് ആൻഡ് ഗ്രോത്ത് ഓഫ് ജൈനിസം ആൻഡ് ബുദ്ധിസം. ഇതിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. 71. In ancient Indian social structure, the term Aniravasida was related to. In ancient Indian social structure, the term Aniravasida was related to. In ancient Indian social structure, the term Aniravasida was related to. In ancient Indian social structure, the term Aniravasida was related to A. Brahmanas and Kshatriyas, B. Vaisyas and Sudras, C. Sudras only, D. People outside the Varna classification. Answer C. Sudras only. 72. Among the following sites, sculptural evidence regarding the first representation of the Buddha in human form has come from A. Barhand, B. Madura, C. Sanji, D. Amaravati. Answer B. Madura. 73. Given below are some famous Buddhist sites. Which one of them shows the correct chronological sequence in which they came into prominence? A. Nalanda, Nagarjunakonda, Amaravati, Sanchi. B. Sanchi, Amaravati, Nagarjunakonda, Nalanda. C. Sanchi, Nagarjunakonda, Amaravati, Nalanda. D. Nagarjunakonda, Sanchi, Amaravati, Nalanda. Answer B. Sanchi, Amaravati, Nagarjunakonda, Nalanda. Answer B. Sanchi, Amaravati, Nagarjunakonda, Nalanda. 74. In Vajrayana Buddhism. The spouse of the Buddha, Bodhisattva was known as A. Metangi, B. Yogini, C. Dakini, D. Tara. Answer D. Tara. In Vajrayana Buddhism, the spouse of the Buddha, Bodhisattva, was known as A. Metangi, B. Yogini, C. Dakini, D. Tara. Answer D. Tara. 75. Jivaka mentioned in the early Buddhist literature was. 75. Jivaka mentioned in the early Buddhist literature was A. Bodhisattva, B. King, C. Merchant, D. Physician. Answer D. Physician. 76. Religion wise the sculptures found at Kankali Tila in Madura are. Religion wise the sculptures found at Kankali Tila in Madura are. Religion wise the sculptures found at Kankali Tila in Madurai are. A. Buddhist, B. Jaina, C. Shankta, D. Vaishnava. Answer B. Jaina. 77. The doctrine of void, Shanyata was first expounded by the Buddhist philosopher A. Nagarjuna, B. Nagasena, C. Ananda, D. Ashvagosha. Answer A. Nagarjuna.
78. In ancient India, the life of a Jaina monk was governed by how many vows? A 4, B 5, C 6, D 7. Answer B 5. 79. 79. The Jaina system of thought closely resembles A. Vedanta, B. Sankhya, C. Vaisesika, sorry, Vaisesika, D. Yogacara. Answer B. Sankhya. 79. The Jaina system of thought closely resembles A. Vedanta, B. Sankhya, C. Vaisesika, C. Vaisesika, D. Yogacara. Answer B. Sankhya. Answer B. Sankhya. 80. The original canon of the Jains is believed to have consist of A. 6 angas, B. 8 angas, C. 10 angas, D. 12 angas, and answer D. 12 angas. 81. The term Nirgrantha. The term Nirgrantha is associated with A. Advigas, B. Charvakas, C. Jains, D. Pasupatas. Answer C. Jainas. The term Nirgrantha is associated with A. Ajivigas, B. Charvagas, C. Jainas, D. Pasupatas. Answer C. Jainas. Answer C. Jainas. 82. Which of the following are characteristics ascribed to Buddhism? A. Rejection of the authority of the Vedas. B. Emphasis in the role of the individual. C. Belief in the categories of Jiva and Jiva. D. Theory of Prakriti and uh, 82. Which of the following are characteristics ascribed to Buddhism? A. Rejection of the authority of the Vedas. B. Emphasis on the role of the individual. C. Belief in the categories of Jiva and Ajiva. D. Theory of Prakriti and Purusha. Choose the correct answer from the codes given below. A and B, B, A, C and D, C, B and C, D, C and D. Answer A and B. A. Rejection of the authority of the Vedas. Um, Answer A and B. A. Rejection of the authority of the Vedas. B. Emphasis on the role of the individual. Answer A and B. A. Rejection of the authority of the Vedas. B. Emphasis on the role of the individual. 83. Which of the following countries were polluting and were not be visited except for pilgrimage according to Buddhayana? Sorry, Bauddhayana. The following countries were polluting and were not be visited except for pilgrimage according to uh, Bauddhayana. A. Vanga, B. Saurashtra, C. Sena, D. Magadha. Choose the correct answer from the codes given below. A, A, B and C. B, A, B and D. C, A, C and D. D, B, C and D. And answer B,
A, B and D. Answer B, A, B and D. A, Vanga, B, Saurashtra, and D. പിന്നെ 83-ല് ബി സൗരാഷ്ട്ര എന്നുള്ളതിൽ ഒരു റോങ് ആയിട്ട് ഒരു സൈൻ ഉണ്ട്. അത് നമുക്ക് തെറ്റ് പറ്റിയതാണ്. ടിക്ക് ചെയ്തേക്കുന്നതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പം അതൊന്ന് ദയവേത് ശ്രദ്ധിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ചില നമ്മൾ അടയാളപ്പെടുത്തുന്നതിൽ തെറ്റുകൾ വരുന്നുണ്ട് കാര്യ രീതിയിൽ തന്നെ. അതുകൊണ്ടാണ് നമ്മളിത് വീഡിയോയിൽ പറയാമെന്ന് വിചാരിച്ചത്. നമുക്കിനി അടുത്ത് നോക്കാം. 84. Which of the following are true regarding Buddhism? A, it did not reject Varna and Jati. B, it challenged the highest social ranking of Brahmana Varna. C, it regarded certain crafts as low. C, it regarded certain crafts as low. Answer B, A, B and D. Answer B, A, B and D. A, it did not reject Varna and Jati. B, it challenged the highest social ranking of Brahmana Varna. B, it challenged the highest social ranking of Brahmana Varna. D, '84. Which of the following is are true regarding Buddhism? Which of the following is are true regarding Buddhism? Which of the following is are true regarding Buddhism? A, it did not reject Varna and Jati. B, it challenged the highest social ranking of Brahmana Varna. C, it indicated certain crafts as low. Choose the correct answer from the codes given below. A and B, B, B and C, C, A, B and C, D, none. Answer A, A. It did not reject Varna and Jati. B, it challenged the highest social ranking of Brahmana Varna. 84. Which of the following is are true regarding Buddhism? A, it did not reject Varna and Jati. B, it challenged the highest social ranking of Brahmana Varna. C, it regarded certain crafts as low. Choose the correct answer from the codes given below. A and B, B, B and C, C, A, B and C, D, none. Answer A and B. A, it did not reject Varna and Jati. B, it challenged the highest social ranking of Brahmana Varna. 85. Which of the following terms are used to denote Jaina texts? A, Nirgranthas. A, Nirgranthas. B, Parvas. C, Angas. D, Ubangas. A, Nirgranthas. B, Purvas. C, Angas. D, Ubangas. Select the correct answer from the codes given below. Select the correct answer from the codes given below. A, select the correct answer from the codes given below. A, B and C. B, B, C and D. C, A only. D, B and D only. Answer B, B, C and D. B, Parvas. C, Angas. C, Angas. D, Ubangas. B, Parvas. C, Angas. D, Ubangas. 86. Which one of the following kingdoms was known for wealthy merchants professing Jainism and building Jaina temples? A, the Gujara Pradihara. A, the Gurjara
Pradihara, B. The Chalukya, C. The Gahadavala, C. The Gahadavala, D. The Cactia, D. The Cactia. Answer B. The Chalukya. A. The Gujarat Pradihara, B. The Chalukya, C. The Gahadavala, C. The Gahadavala, C. The Gahadavala, D. The Cactia. Answer B. The Chalukya. 87. Which one of the following philosophies is associated with Jainism? A. Syadvada, A. Syadvada, A. Syadvada, B. Yogagara, B. Yogagara, C. Madhyamiga, C. Madhyamiga, D. Sanyavada, D. Sanyavada. Answer A. Sayadvada. Answer A. Sayadvada. 88. Which one of the following system of Buddhism emerged around the 7th century AD? A. Theravada, B. Hinayana, C. Madhyana, D. Vajrayana. A. Theravada, B. Hinayana, C. Madhyana, D. Vajrayana. Answer D. Vajrayana. Which one of the following system of Buddhism emerged around the 7th century AD? A. Theravada, B. Hinayana, C. Madhyana, D. Vajrayana. A. Theravada, B. Hinayana, C. Madhyana, D. Vajrayana. Answer D. Vajrayana. Answer D. Vajrayana. 89. Which two of the four kings listed below? Which two of the four kings listed below were on friendly terms equally with Vardhamana Mahavira and Gautama Buddha? Vardhamana Mahavira and Gautama Buddha. A. Bimbisara of Magadha, B. Prasanjit of Kosala, C. Pradioda of Avanti, C. Pradioda of Avanti, D. Adalshatru of Magadha. Choose the correct answer from the codes given below. A and C, B and D, C, D and C, D, C and D. Answer B and D. A. Bimbisara of Magadha, D. Ajatashatru of Magadha. 90. A Buddha can be born only as Brahmin or a Kshatriya and not in a low family, such as that of a Chandala or of a basket maker or of a chariot maker or of a Pukesa. From where do we get this information? A Buddha can be born only as a Brahmin or a Kshatriya and not in a low family such as that of a Chandala or of a basket maker or of a chariot maker or of a Pukesa. From where do we get this information? A. Lalita Vistara, B. Sadharma Pundariga, C. Diba Vamsa, D. Mahavamsa. Answer A. Lalita Vistara. Answer A. Lalita Vistara. A. Lalita Vistara. B. Sudharma. Sorry. A. Lalita Vistara. B. Sadharma Pundariga. C. Diba Vamsa. D. Mahavamsa. Answer A. Lalita Vistara. A Buddha can be born only as a Brahmin or a Kshatriya and not in a low family. A Buddha can be born only as a Brahmin or a Kshatriya and not in a low family such as that of a
Chandala or of a basket maker or of a chariot maker or of a pukasa. From where do we get this information? A. Lalita Vistara. B. Sudharma Pundariga. B. Sudharma Pundariga. C. Deepavamsa. D. Mahavamsa. Answer A. Lalita Vistara. Answer A. Lalita Vistara. A Buddha can be born only as a Brahmin or a Kshatriya and not in a low family such as that of a Chandala or of a basket maker or of a chariot maker or of a Pukesa. From where do we get this information? A. Lalita Vistara. B. uh, Sadharma Pundariga. C. Deepavamsa. D. Mahavamsa. Answer Lalita Vistara. A. Lalita Vistara. B. Sadharma Pundariga. C. Deepavamsa. D. Mahavamsa. Answer A. Lalita Vistara. And 90. A Buddha can be born only as a Brahmin or a Kshatriya and not in a low family such as that of a Chandala or of a basket maker or of a chariot maker or of a Pukasa. From where do we get this information? A. Lalita Vistara. B. Sadhama Pundariga. C. Deepavamsa. D. Mahavamsa. Answer A. Lalita Vistara. Answer A. Lalita Vistara. A. Lalita Vistara. B. Sadham Sada Sad Sadhama Pundariga. C. Deepavamsa. D. Mahavamsa. Answer A. Lalita Vistara. A. Lalita Vistara. B. Sadhama Pundariga. Sadhama Pundariga. B. Sadhama Pundariga. C. Deepavamsa. D. Mahavamsa. Answer A. Lalita Vistara. 91. Which of the following statements about Buddhism is incorrect? A. During the Sangha Kanva period, Buddhism lost royal patronage. B. All of the religious remains of 200 BC to AD 200 so far discovered in India. Those of Buddhism outnumber those of Brahmanism and Jainism put together. See all classes of community like kings, princes, merchants, and craftsmen made donations to Buddhists. The Buddhism witnessed its first schism in the first council. Answer B. Of all the religious remains of 200 BC to AD 200 so far discovered in India, those of Buddhism outnumber those of Brahmanism and Jainism put together. 91. Which of the following statements about Buddhism is incorrect? Which of the following statements about Buddhism is incorrect? A. During the Sangha Kanva period, Buddhism lost royal patronage. B. Of all the religious remains of 200 BC to AD 200 so far discovered in India, those of Buddhism outnumber those of Brahmanism and Jainism put together. C. All classes of community like kings, princes, merchants, and craftsmen made donations to Buddhists. D. Buddhism witnessed its first schism in the first council. Answer B. Of all the religions. Answer B. Of all the religious remains of 200 BC to AD 200 so far discovered in India, those of Buddhism outnumber those of Brahmanism and Jainism put together. 92. Which of the following statements about Buddha and Mahavira is not correct? A. Both had the same attitude towards the concept of Varnas. B. They were born in the same century. C. Both advocated a simple, Puritan, and Austrian life.
D. They were Kshatriyas by birth. Answer D. They were Kshatriyas by birth. 93. In which region was the Sarvastivadin sect of Buddhism strong? In which region was the Sarvastivadin sect of Buddhism strong? A. Tibet and Nepal. B. Mathura and Kashmir. C. Burma and Thailand. D. Bihar and Bengal. Answer B. Mathura and Kashmir. നമ്മുടെ വീഡിയോയുടെ വെച്ച് അവസാനിപ്പിക്കുന്നത് 93 വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ പറയണം. 94. മാച്ച് ദ ഫോളോയിങ്. നമ്മുടെ മൈക്ക് ഓഫായി പോകാനുള്ള സാധ്യത ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ അവസാനിപ്പിക്കുന്നത്. Magadha Empire 6th century to 4th century BC. ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമ്മൾ ക്ലാസ് എടുക്കുന്ന ഹിസ്റ്ററി ആൻഡ് കൾച്ചർ, ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. നമ്മുടെ ക്ലാസ്സിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ക്ലാസ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ, എന്തെങ്കിലും ഇതിലുള്ള തെറ്റുകൾ, ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കുന്നു. അതുപോലെ തന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ദയവേത് ക്ഷമിക്കുക, കാരണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് ഈ വീഡിയോയിൽ. ദയവേത് ക്ഷമിക്കണം എന്ന് പറയാൻ നമുക്കാവുള്ളൂ. അപ്പോൾ സ്പെല്ലിംഗ് ഒക്കെ പ്രത്യേകതയുള്ള വേർഡ്സുകളൊക്കെ ദയവേതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ റിലേറ്റഡുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം എയർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം, ഒരിക്കലും മറക്കരുത്. പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഇനി ചെയ്യുന്ന വീഡിയോസുകൾ എന്ന് വെച്ചാൽ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഇനി ചെയ്യുന്ന എല്ലാ വീഡിയോസിലും നമ്മൾ എഡിറ്റ് ചെയ്യുന്നില്ല, നമ്മളത് എൻഡ് ചെയ്യണം എഡിറ്റ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എഡിറ്റ് ചെയ്യുന്നത് താല്പര്യമാണ്, അതുകൊണ്ടാണ് നമ്മൾ എഡിറ്റ് ചെയ്തിരുന്നത്. പക്ഷേ നമ്മളത് പ്രത്യേകം ഒന്ന് വാച്ച് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യം ക്ലാരിറ്റിയിലുള്ള ഡിഫറൻസ് ആണ്. നമുക്ക് എഡിറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലും ക്ലാരിറ്റിയിലുള്ള ഡിഫറൻസ് കാരണം നമ്മൾ വേണ്ടെന്ന് വെക്കണം എഡിറ്റിങ്. പിന്നെ നമ്മൾ എഡിറ്റ് ചെയ്യില്ല, നമ്മൾ നേരിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുള്ളൂ എല്ലാ വീഡിയോസും. പിന്നെ ലാസ്റ്റ് ഭാഗത്തൊക്കെ നമുക്ക് എൻഡ് ചെയ്യേണ്ടി വന്നാൽ വെച്ചാൽ നമുക്ക് എൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ടാങ്ക്സ് ഒന്നും നമുക്ക് പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ നമുക്ക് വീഡിയോ അവസാനിപ്പിക്കേണ്ടി വന്നാൽ, ഒരു എൻഡിങ് ഇല്ലാതെ നമുക്ക് അവസാനിപ്പിക്കേണ്ടി വന്ന വീഡിയോ ആണെങ്കിൽ എഡിറ്റ് ചെയ്യാന്നുള്ളൊരു താല്പര്യമുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മൾ എഡിറ്റ് ചെയ്യുന്നില്ല, നമ്മൾ ഈ രീതിയിൽ തന്നെ അങ്ങോട്ട് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യാണ്. പറക്കൊന്ന് ദയവേത് മനസ്സിലാക്കാം. നമ്മൾ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എൻ്റർടൈൻമെൻറ്റ് വീഡിയോ എന്നുള്ള രീതിയിലും ബർത്ത്ഡേ സ്പെഷ്യൽ വീഡിയോസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സോങ്സ് ഒക്കെ ഇനി വീഡിയോയിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. നിങ്ങൾ ഹെഡ്ഫോൺ വെച്ചിട്ട് ഈ വീഡിയോ വാച്ച് ചെയ്താൽ നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. വളരെ നല്ല വീഡിയോസാണ്. അപ്പോൾ ദയവേത് വാച്ച് ചെയ്യണം, അല്ലെങ്കിൽ ഭയങ്കര നഷ്ടമായിരിക്കും എന്നാണ് എനിക്ക് പറയാനാവുള്ളൂ. അത്രയും ഔട്ട്സ്റ്റാൻഡിങ് വീഡിയോസാണ്. നിങ്ങൾക്ക് മനസ്സിന് നല്ല ഫ്രഷ്നെസ്സും ഹാപ്പിനെസ്സും അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റും എന്നൊക്കെ തന്നെ നമുക്ക് പറയേണ്ടി വരും. നമ്മുടെ ഈ ക്ലാസ് എടുക്കുന്ന രീതിയിലുള്ള വീഡിയോസ് അല്ല. നിങ്ങളുടെ ദയവായിട്ടുള്ള സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഈ വീഡിയോ നമ്മൾ രാത്രി എടുക്കണമെന്നുള്ള പ്രത്യേകതയുണ്ട്. അപ്പോൾ CCTക്ക് വേണ്ടി നല്ല രീതിയിൽ തന്നെ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കുന്നു ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. അപ്പം നല്ലൊരു CCT എക്സാം എല്ലാവർക്കും ആശംസിക്കുന്നു. നല്ല വിജയകരമായിട്ടുള്ള CCT എക്സാമൊക്കെ ജീവിതത്തിൽ നടക്കട്ടെ. എല്ലാവർക്കും ഹാവ് എ ഫാന്റാസ്റ്റിക് ഡേ ആൻഡ് ഹാവ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് നൈറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.